ഞങ്ങൾ ഞായറാഴ്ച മിനിഞ്ഞാന്ന് ചെയ്ത ന്യൂസ് വീഡിയോയുടെ ടൈറ്റിൽ എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്നുകൂടി ഓർത്തു നോക്കുക. അത് ഇങ്ങനെയായിരുന്നു. ഞായറാഴ്ച കൊടുത്ത സ്റ്റോറി. ഇന്ന് ചൊവ്വാഴ്ച. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ പ്രതികരിക്കേണ്ടി വരും. എപ്പോൾ? അതാണ് ഇനി പ്രധാന ചോദ്യം. 48 മണിക്കൂർ തികഞ്ഞില്ല, 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു. അമ്മയ്ക്കിനി പുതിയ നേതൃത്വം വരട്ടെ. എല്ലാവരും രാജിവെച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് പറഞ്ഞ പ്രവചന സ്വഭാവത്തോടുകൂടി പറഞ്ഞ സ്റ്റോറിയുടെ ഹെഡ്ലൈനാണ് ഈ പറഞ്ഞത്. അമ്മ ഇൻവെർട്ട് കോമയിൽ ബ്രാക്കറ്റിൽ, അല്ലാതെ സ്വന്തം അമ്മയെ പറ്റിയല്ല പറയുന്നത്. അദ്ദേഹം പ്രസിഡന്റായ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം. ഇത്രയും വലിയ വിവാദം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള വിവാദങ്ങളിലെ അദ്ദേഹം എത്രയോ മുമ്പേ പ്രതികരിക്കേണ്ടതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്, അദ്ദേഹം ഇപ്പം എന്താ ചെയ്തത്? പ്രതികരിച്ചത് എങ്ങനെയാണ്? പ്രതികരിച്ചു, ഞങ്ങൾ പറഞ്ഞ പോലെ പ്രതികരിച്ചു. പക്ഷെ പ്രതികരിച്ചത് എങ്ങനെയാണ്? ഒരു പത്രക്കുറിപ്പ് ഇറക്കി, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി, ഞാൻ രാജിവെക്കുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്നു, പുതിയ സമിതി അതിൻ്റെ നിയമാവലി പ്രകാരം അടുത്ത 2-3 മാസത്തിനകത്ത് നിലവിൽ വരും. ഇങ്ങനെയാണോ സാക്ഷാൽ മഹാനടൻ മോഹൻലാൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്? അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് പറയാമല്ലോ, എന്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു? ചോദ്യങ്ങൾ വരും, ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു പത്രക്കുറിപ്പ് മാത്രം ഇറക്കിയിട്ട് ഞാൻ രാജിവെച്ചു, എൻ്റെ കൂടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കും. കാര്യം തീർത്തല്ലോ, എളുപ്പമായില്ലേ? ഇനി ഇതിൻ്റെ അകത്തൊരു ബാക്കി ഞങ്ങൾ വീണ്ടും ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഉന്നയിക്കുന്ന ഒരു ചോദ്യം കൂടി ഞങ്ങൾ പറയുകയാണ്. ഇനി പ്രതികരിക്കാൻ മറ്റൊരു മഹാനടനുണ്ട്, സുരേഷ് ഗോപി. ഇന്ന് പ്രതികരിച്ചു. അതിൻ്റെ രീതി കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് നമുക്കറിയാം. അതിനെപ്പറ്റി നോ കമൻസ്. ഞങ്ങൾ കൂടുതലൊന്നും, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയുടെയാണ്, കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. നമുക്കറിയാം സുരേഷ് ഗോപി എങ്ങനെയാണ് പ്രതികരിക്കുക. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രതീക്ഷയോടെ ഇനി കാത്തിരിക്കുന്ന മലയാള സിനിമാ ലോകത്തെ കുറിച്ച് മലയാളികൾ കാത്തിരിക്കുന്നത് സാക്ഷാൽ മഹാനടൻ മമ്മൂട്ടി എന്ന് പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എന്തെങ്കിലും വൈകാതെ പറയേണ്ടി വരും. ഇപ്പം ഞങ്ങൾ മിനിഞ്ഞാന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ പ്രതികരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പ്രതികരിച്ചു, രാജിവെച്ചു. മഹാനടൻ മമ്മൂട്ടിയും ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയേണ്ടി വരും അധികം വൈകാതെ. കാരണം ഇത് മലയാള സിനിമാ ലോകത്തെ അടക്കി വാഴുന്ന ഒരു സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ മമ്മൂട്ടി. മോഹൻലാലിനെ പോലെ, പിന്നെ സുരേഷ് ഗോപി, ഇങ്ങനെ ഒരു വലിയ ഒരു താരനിര നമുക്കുണ്ടല്ലോ. പിന്നെ വനിതാ, പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർസ് എന്ന് വിളിക്കപ്പെടുന്ന മഞ്ജു വാര്യരും, പിന്നെ ഇങ്ങോട്ട് പാർവതി തിരുവോത്ത്, ഇങ്ങനെ ഒരു വലിയ ഒരു ലിസ്റ്റ് വേറെയുമുണ്ട്. അപ്പോൾ ഇവിടെ ഇനി പ്രതികരിക്കേണ്ടത് സാക്ഷാൽ മമ്മൂട്ടിയാണ്. ഇപ്പം മോഹൻലാൽ രാജിവെച്ചു, അമ്മ അനാഥമായി എന്ന അർത്ഥമല്ല. ഈ കമ്മിറ്റി തുടരും. അത് അടുത്ത ഭരണം വരുന്നത് വരെ ഈ മറ്റു കാര്യങ്ങൾ, പെൻഷൻ വിതരണവും ഡേ ടു ഡേ, അതായത് ഒരു കാവൽ സർക്കാർ, കെയർടേക്കർ ഗവൺമെൻറ്, ഒരു ഗവൺമെൻറ് ഭൂരിപക്ഷം തൊട്ട് അടുത്ത ഇലക്ഷൻ വരുന്നവരെ ഒരു കെയർടേക്കർ ഗവൺമെൻറ്റായിട്ടൊരു മുഖ്യമന്ത്രി ഭരിക്കുന്നത് പോലെ ഒരു കെയർടേക്കർ സംവിധാനമാണ് ഇപ്പോൾ അമ്മയുടെ ഭരണസമിതി. അവരെല്ലാം രാജിവെച്ചു, മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടക്കം രാജിവെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് അടുത്ത ഭരണസഭ വരുന്നവരെ ഇവർ കെയർടേക്കറായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഈ അമ്മയിലെ താരങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കുക, മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക, ഡേ ടു ഡേ വർക്ക് ചെയ്യുക, റൊട്ടീൻ തീരുമാനങ്ങൾ നടപ്പാക്കുക. അല്ലാതെ നയപരമായിട്ടൊരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് ഇനി സാധിക്കത്തില്ല. ഒരു കെയർടേക്കർ മുഖ്യമന്ത്രി ഭരിക്കുന്നത് പോലെ ഒരു സംഭവമാണിത്, നമുക്കതറിയാം. അപ്പോൾ ഇലക്ഷൻ വരട്ടെ, അമ്മയുടെ നിയമാവലി പ്രകാരം 2 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ നടന്നത്, പുതിയ ഭരണസമിതി വരട്ടെ, മോഹൻലാൽ തന്നെ വീണ്ടും വരട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. ഇപ്പം സിദ്ദിഖ് തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നെങ്കിൽ അവർ തീരുമാനിക്കുകയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കും. ഇലക്ഷനാണ്, ജനാധിപത്യപരമായ ഇലക്ഷനാണിത്. അത് അംഗീകരിക്കാൻ നമുക്ക് മലയാളികൾക്ക് മടിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, ഈ കാര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ സർക്കാർ എടുത്ത നിലപാടുകൾ, തീരുമാനങ്ങൾ, 4 IPS വനിതാ IPS ഓഫീസർമാരും ബാക്കി 7-8 പേരും അടങ്ങുന്ന ഒരു വലിയ പോലീസ് IPS സംഘത്തെ ഇത് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ.
പല നടിമാരും മുന്നോട്ട് വരുന്നു, കൂടുതൽ അവർ വിളിച്ചു പറയുന്നു. അതിനുള്ള ധൈര്യം വരുന്നത് ഒരു അന്വേഷണ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ചു. അവരുടെ യോഗം ഉടനെ ചേരാൻ പോകുന്നു. ആ യോഗം ചേർന്ന് കഴിഞ്ഞുള്ള പിന്നെ ഡേ ടു ഡേ വർക്ക്, അന്വേഷണം എങ്ങനെ പോകണമെന്നുള്ള വളരെ വേഗം അതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെ മിണ്ടാതിരുന്ന പല നടിമാരും പീഡനം അനുഭവിച്ച പലരും ഇപ്പം രംഗത്ത് വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതുവരെ വിളിച്ചു പറയാൻ പേടിച്ചത് ഇനി പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ അതൊരു സർക്കാർ കൂടെയുണ്ട്, ഒരു പോലീസ് സംഘം കൂടെയുണ്ട്, ഒരു അന്വേഷണ കമ്മീഷനെ ഗ്രൂപ്പിനെ, ഒരു അന്വേഷണ സംഘത്തെ വെച്ചു എന്നുള്ള ഒരു ധൈര്യത്തിലാണ് പലരും മുന്നോട്ട് വരുന്നത്. പുതിയ പുതിയ ആൾക്കാർക്കെതിരെ പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു. എല്ലാം അന്വേഷിക്കട്ടെ, എല്ലാം കണ്ടെത്തട്ടെ. അപ്പം ഇവിടെ മോഹൻലാൽ മിണ്ടാതിരിക്കരുത്, രാജിക്കത്ത് കൊടുത്ത് അങ്ങ് പോയാൽ പോരാ. ഈ അദ്ദേഹം അടക്കി വാണ സിനിമാ ലോകമാണിത്. എത്രയോ വർഷമായിട്ട്, 10-30 വർഷമായിട്ട്. അപ്പൊ ഇപ്പൊ ഈ അവസ്ഥയിൽ എത്തിയതിനെ പറ്റി അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും, ഒഴിഞ്ഞു മാറാൻ പാടില്ല. അതുപോലെ മമ്മൂട്ടിക്ക് ഈ ഇൻഡസ്ട്രിയെ ഇത്രയും നാൾ അടക്കി വാണ ഒരു മഹാനടന് ഇപ്പൊ ഈ നടന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം അതിൽ കുറ്റവാളി ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. ഒരു സമൂഹത്തിൽ ഇതൊക്കെ ആവശ്യമല്ലേ? അപ്പൊ ഞങ്ങളിനി കാത്തിരിക്കുന്നത്, ഇപ്പൊ മോഹൻലാൽ ഒഴിഞ്ഞു മാറി ഒരു രാജിക്കത്ത് കൊടുത്തിട്ട് പുള്ളി സ്കൂട്ടി ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും പറയുന്ന മോഹൻലാൽ മാധ്യമങ്ങളോട് വന്ന് സംസാരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങണമായിരുന്നു, ഒരു വീഡിയോ എങ്കിലും. ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. അതിൽ മമ്മൂട്ടിക്കും ഈ ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മമ്മൂട്ടിക്കും സാധിക്കില്ല എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ വളരെ ശക്തമായ അഭിപ്രായം. വൈകാതെ മമ്മൂട്ടി മോഹൻലാൽ ഇപ്പം ചെയ്തതുപോലെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.